CKC, ഇതെനിക്ക് സഹിക്കാവുന്നതിലും അപ്പുറമാണ്. നിങ്ങൾ ക്ഷണിച്ചാലും ശരി, ക്ഷണിച്ചില്ലെങ്കിലും ശരി, ഇവരെ ഇവിടുന്ന് പറഞ്ഞു വിട്ടേ പറ്റൂ. ജ്യോതി പ്ലീസ്, നീ വാശിയൊന്ന് ഉപേക്ഷിക്കേ. എന്തായാലും അവർ രണ്ടുപേരും വന്നു കഴിഞ്ഞു. കൂൾ ജ്യോതി, ഒന്ന് സമാധാനപ്പെട് പ്ലീസ്, എനിക്ക് വേണ്ടി. ഹലോ ഗൈസ്, ചെറിയൊരു കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം, അതിന്റെ ഒരു കൺഫ്യൂഷൻ ആയിരുന്നു. ഇനി പ്രശ്നമൊന്നുമില്ല, നമുക്ക് ഫംഗ്ഷനിലേക്ക് കടക്കാം. നമുക്ക് ആദ്യം കേക്ക് കട്ട് ചെയ്യാം. വേഗാവട്ടെ. നിൽക്ക. കേക്ക് കട്ടിങ്ങിന് മുന്നേ ഒരു കാര്യം കൂടി ചെയ്യാനുണ്ടല്ലോ സാറേ. ഈ ഫംഗ്ഷനിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് അതല്ലേ? അത് കഴിഞ്ഞിട്ട് മതി പിറന്നാളാഘോഷം. നിങ്ങളുടെ പിറന്നാൾ ഫംഗ്ഷനിൽ എല്ലാ അതിഥികളുടെയും മുൻപിൽ വെച്ച് തന്നെ താൻ ഗൗതമനോട് മാപ്പ് പറയും. മാപ്പ് പറയിപ്പിക്കും ഞാൻ. അപ്പൊ ആദ്യം ആ ചടങ്ങ് നിർവഹിച്ചാലോ CKC? എന്തു അങ്കിളെ പ്രശ്നം? അങ്കിളെങ്ങനെ പേടിക്കുന്നേ? ചടങ്ങ് എന്താണെന്ന് CKC സാറിന് അറിയാമായിരിക്കുമല്ലോ. പറയേണ്ട രീതിയിൽ നല്ല വെടിപ്പായിട്ടങ്ങ് പറഞ്ഞാ നമുക്ക് കേക്ക് മുറിക്കാം. അല്ലെങ്കിൽ പിന്നെ എനിക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. ഞാൻ പറയാം. എന്ത് പറയാന്ന്? എന്തിനാ ഇങ്ങനെ ഉരുണ്ട് കളിക്കുന്നേ? ഒന്നും മിണ്ടാതിരിക്കും ശിവാനി, ഒരു പ്രശ്നമുണ്ട്. ഞാനതൊന്ന് പറഞ്ഞു തീർത്തോട്ടെ. ഡിയർ ഗൈസ്, എന്റെയും ജ്യോതിർമയുടെയും വെഡ്ഡിംഗ് ഡേ സെലിബ്രേഷന്റെ അന്ന് ആ ഫംഗ്ഷനിൽ വെച്ച് ഈ നിൽക്കുന്ന മിസ്റ്റർ ഗൗതം ഗോപിനാഥനോട് ഞാൻ അപമര്യാദയായി പെരുമാറിപ്പോയി. നിനക്ക് നിന്റെ തന്ത ആരാണെന്ന് അറിയാമോ എന്ന് ചോദിച്ച് അപമാനിച്ചു ഞാനിവനെ. അന്ന് അപ്പോഴത്തെ ആവേശത്തിൽ വായിന്നങ്ങ് വീണുപോയതാ. പിന്നെ ആലോചിച്ചപ്പോ അതൊരു വലിയ തെറ്റായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി ഗൈസ്. ഒരു തെറ്റ് നമ്മുടെ ഭാഗത്തുനിന്നുണ്ടായെന്ന് നമുക്ക് ബോധ്യമായാൽ അതിന് ക്ഷമ ചോദിച്ച് തിരുത്തുന്നതല്ലേ നല്ല മനുഷ്യരുടെ ലക്ഷണം. അതെ, അങ്ങനെയാണ് വലിയ ആൾക്കാർ ചെയ്യേണ്ടത്. ഞാനും അത് തന്നെയാ ചെയ്യാൻ പോകുന്നത്. എന്തോന്നാ CKC ഇത് എന്ന് ഭാവിച്ചിട്ടാ? ഒന്ന് സമാധാനപ്പെട്. ഒരു മാപ്പല്ലേ ജ്യോതി, അതങ്ങ് പറഞ്ഞേക്കാന്നേ. നിങ്ങൾ ഈ ലോകത്തിൽ ആരോട് വേണമെങ്കിലും പോയി മാപ്പ് ചോദിച്ചോളൂ, അത് ഞാൻ സഹിക്കും. പക്ഷെ ഇവളോട് മാപ്പിരുന്ന CKC, അതെനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. അതിലും പേരെ ഞാൻ പോയി ചാകുന്നതാ. എങ്കിൽ പോയെങ്കിൽ ചത്തേക്കുന്നേ. ആരേലും പറഞ്ഞോ വേണ്ടെന്ന്? അതെ, വീട്ടിൽ വെറുതെ ഇരുന്ന് എന്നെ പിറന്നാൾ ഫംഗ്ഷന് വന്നേ മതിയാവൂന്നും പറഞ്ഞ് നിർബന്ധിച്ച് വിളിച്ചു വരുത്തിയത് മാഡത്തിന്റെ ഭർത്താവാ. മാപ്പ് ചോദിക്കണോ വേണ്ടയോ എന്നുള്ളത് ഈ പുള്ളിക്കാരന്റെ ഇഷ്ടമാണ്. ഞങ്ങൾക്ക് നിർബന്ധമൊന്നുമില്ല. എതി, ഈ സാറ് മാപ്പ് ചോദിക്കുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. വെറുതെ നിന്ന് സമയം കണ്ട. വാ, നമുക്ക് നമ്മുടെ വഴി നോക്കാന്നേ. പോലെ പ്ലീസ് നിക്ക്. ഞാൻ മാപ്പ് പറയാം, ക്ഷമ ചോദിക്കാം, നിക്ക്. പോകരുത്, മാപ്പ് പറയാൻ പോവാ ഞാൻ. അവര് പോണേ പോട്ടങ്ങളെ. ഇവരെ അങ്ങനെ അങ്ങ് വിടാൻ പറ്റില്ല പ്രണവേ. മാപ്പ് ചോദിച്ചില്ലെങ്കിൽ അത് വലിയ പ്രശ്നമാകും. പ്രശ്നം? എന്ത് പ്രശ്നം? അതൊക്കെ ഉണ്ട്. നിങ്ങളൊക്കെ ഒന്ന് സമാധാനപ്പെടും. ഞാനിതൊന്ന് ഇവരോട് പറഞ്ഞോട്ടെ പ്ലീസ്. ഗൗതം, അന്ന് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത് വലിയ തെറ്റായിപ്പോയി. ഒരിക്കലും അതൊന്നും പറയാൻ പാടില്ലായിരുന്നു. ദയവ് ചെയ്ത് ഗൗതമനോട് ക്ഷമിക്കണം. ഗൗതം എനിക്ക് മാപ്പ് തരണം.
സംഭവം ഗൗതമിനെ വല്ലാതെ വേദനിപ്പിച്ചുവെന്ന് എനിക്കറിയാം. സോറി ഗൗതം, വെരി വെരി സോറി.